നമ്മളിന്ന് കണ്ണൂർ പാപ്പിനിശ്ശേരി ഉമ്മാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഖബർസ്ഥാന്റെ മേലിൽ കൂടിയാണ് ഇവിടെ ചന്ത കെട്ടിയേക്കുന്നത് മൊത്തം. ഇവിടെ പാപ്പിനിശ്ശേരി കാട്ടപ്പള്ളിയിൽ മയ്യത്ത് കിടക്കുന്ന സ്ഥലമാണ്. മയ്യത്ത് ഒരു മനുഷ്യൻ ഔലിയായാലും സാധാരണക്കാരനായാലും തങ്ങളായാലും മൊയിലാരായാലും ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുവിലേക്ക് എത്തിക്കും. അതിനുശേഷം മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനിൽ എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിൻ്റെ മേൽ സിമൻറ്റ് കെട്ടാൻ പാടില്ല, സിമൻറ്റ് കൂന കെട്ടാൻ പാടില്ല, ബിൽഡിംഗ് എടുക്കാൻ പാടില്ല, പള്ളി പണിയാൻ പാടില്ല, മക്കാമ പണിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് ഖബർസ്ഥാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബീങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഖബർ പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഇത് ശിർക്കാണ്. കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ, മൂന്നുവറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട്. അവരുടെ ദർജ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അള്ളാഹുമായിട്ടാണ്. കാരണം അവസാനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിച്ചതാണോ, കലിമജിൽ മരിച്ചതാണോ, ഷഹാദിൽ മേലിൽ മരിച്ചതാണോ, അല്ല വേറെന്തെങ്കിലും അവസ്ഥയിൽ മരിച്ചത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾക്ക് ദുആ ചെയ്യുക, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അവിടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അവിടെ ഖബർ വിശാലമാകാൻ, അവിടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്. ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ 2.5 മണിക്കൂറാണ് ഞാനിന്നിപ്പം റോഡിൽ ബ്ലോക്കായിട്ട് ഇപ്പോൾ ഈ 12:30 ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗാനമേളയാണ്. ചുറ്റും ഈ ഖബർസ്ഥാന് ചുറ്റുഭാഗവും ഗാനമേള, പാട്ടും മ്യൂസിക്കും. എന്താണ് ഖബർസ്ഥാനിൽ വരുമ്പോൾ എന്താണ് ചെല്ലാൻ പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ നമ്മുടെ നാളെ അസ്സലാമു അലൈക്കും ദാറ ഖൗമുൽ മുഅ്മിനീൻ നമ്മൾ നാളെ മരിച്ചു പോയി ഇവിടെ കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കി. പക്ഷെ ഇവിടെ ഗാനമേളയാണ്, പാട്ടാണ്. ഇപ്പം നമ്മുടെ ഉമ്മാനെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഇവിടെ കുറേ സ്ത്രീകളും ആണുങ്ങളൊക്കെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഈ പാതിര 12:45 ഏത് ഇസ്ലാം? പിന്നെ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റോടും സെക്രട്ടറിയോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നാട്ടായി പാപ്പിശ്ശേരിക്കാരനാണ്. പണ്ട് കാലത്ത് പറഞ്ഞത് ഖബറുകൾ നീളം വെക്കുന്നില്ല. 1 ഇഞ്ച് ഖബർ നീളം വെച്ചിട്ടില്ല. നിങ്ങൾ വെച്ച ഇഷ്ടിക, സിമൻറ്റ് കല്ല് നീളം വെപ്പിച്ചതല്ലാതെ പറ. പിന്നെ നാട്ടിലുള്ള ഇൽമില്ലാത്ത പാമരന്മാരായ ഒരുപാട് സഹോദരിമാരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇവരോട് ദുആ ചെയ്താൽ കുട്ടികൾ കിട്ടും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം എന്നിട്ട് അത് ശിർക്കാണ്. ആ ഒരു വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നാളെ നമ്മൾ ഹാജരാവണം. ഹാജരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും. എന്തിനാണ് അള്ളാഹു നബിമാരെയും സഹാബാക്കളെയും പരിശുദ്ധ ഖുർആനും നമുക്ക് തന്നിരിക്കുന്നത്? അതായത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നന്മയായ കാര്യങ്ങൾ ഉപദേശിക്കുകയും തിന്മയായ കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, പള്ളികൾ ഇസ്ലാമിൽ വിരുദ്ധമാണ്, ഷിർക്കാണ്, പൂർണ്ണമായി ഷിർക്കാണ്. പിന്നെ ഇതിനു വേണ്ടി ഇത് ഹക്ക് സംസാരിക്കുമ്പം എന്ത് കമ്മിറ്റി, ഏത് കമ്മിറ്റി? ഞാൻ എൻ്റെ ഉമ്മാരെ ഖബറിനെടുത്താ ഇവിടെ നടക്കുന്ന ഗാനമേളയാ. ഇവിടുന്ന് ഖബറിന്റെ മുകളിൽ ഇസ്ലാമിന് വിരുദ്ധം. റഷീദ് ഹദീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? എന്താ ഖബറിന്റെ മേലുള്ള സാധനം വെച്ചേക്കുന്നത്? പറഞ്ഞെന്തായിപ്പോ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതിന് ശരിയാണെന്ന് പറയാൻ നിങ്ങൾ തെറ്റാണ്. നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ പറയുന്നത്. റഷീദ് ഭായി ശിർക്കാണ്.